ഇന്നലത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്ന സെമി ഫൈനലിൽ 4 ടീമുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ് വിഷസ് കൊടുത്താലോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഇല്ലാതെ വെച്ചാൽ മേരി ക്രിസ്മസ്. അപ്പൊ എല്ലാ RS ഫുട്ബോൾ ഫാമിന്റെ പ്രേക്ഷകർക്കും 1000 ക്രിസ്മസ് ആശംസകൾ. നമ്മള് ഇന്നലെ കളി കാണാൻ വേണ്ടി പറഞ്ഞപ്പോ കളി കാണാതെ പോയി കിടന്നുറങ്ങി. നല്ല കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഗോളൊന്നും അടിക്കാണ്ടിരുന്നപ്പോ ആശാനിക്ക് ഒന്നാമത്തെ ബോറടിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാല് ഫുട്ബോൾ കളിയും കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ കളി കഴിഞ്ഞ് അതിന്റെ ടയർഡിലാണെന്നുകൊണ്ട് ആള് വേഗം പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു വമ്പിച്ച അടിപൊളി മത്സരമായിരുന്നു. ആദ്യത്തെ ഹാഫ് കാണുമ്പോ തന്നെ നമ്മള് ഇന്നൊരു സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് മാർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് ട്രൊസാർഡിനെ ഇറക്കി, അതേപോലെ തന്നെ പുതിയ സാക്കനെ ഇറക്കി, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നലത്തെ കളിയിൽ എന്ന് പറഞ്ഞാല് ആഴ്സണലിന്റെ അറ്റാക്കിങ്ങും അതേപോലെ തന്നെ ഇവരുടെ ക്രിസ്റ്റൽ പാലസിന്റെ ഡിഫൻസ് ആയിരുന്നു. ക്രിസ്റ്റൽ പാലസിന്റെ ഡിഫൻസ് അല്ല, അതിനേക്കാളും പറഞ്ഞ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് അവരുടെ ഗോൾ കീപ്പർ എമ്മാതിരി സേവുകളായിരുന്നു പറയാം. ഒരു രക്ഷയില്ല. അവസാനം അതെ കുറെ സേവുകൾ നടത്തിയിട്ട് ലാസ്റ്റ് കളി കഴിയാൻ മുമ്പ് ഡിക്ലൈൻ റൈസിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോൾ കീപ്പറും ആള് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ ഗോളാ ആ സാധനം വന്നിട്ട് കയറി എടുത്ത് അമ്മാതിരി സേവുകളായിരുന്നു ചങ്ങായി നടത്തിയിട്ടുണ്ടെന്ന്. അപ്പോ സെമി ഫൈനലിൽ ആരൊക്കെയാ വന്നിരിക്കുന്നത്? സെമി ഫൈനലിൽ ചെൽസി വന്നിട്ട്, ആർസനൽ വന്നിട്ട് ഇപ്പുറത്ത്, പിന്നെ മോള് നോക്കണേ മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് ന്യൂകാസൽ യുണൈറ്റഡ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്, ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരാണ് ന്യൂകാസൽ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ സിറ്റി ഒരു വശത്തുണ്ട്. അവർ തമ്മിലുള്ള മത്സരം 2 ഹോം മത്സരവും എവേ മത്സരം ഉണ്ട്. യുസിഎല്ലിനെ പോലെ ഹോമും എവേ മത്സരങ്ങളുണ്ട്. ഇന്നലത്തെ കളിയിൽ എന്താ പറഞ്ഞാല് 90 മിനിറ്റ് മത്സരമുണ്ട്. 90 മിനിറ്റ് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈം ഇല്ല, പെനാൾട്ടി തന്നെയായിരുന്നു ഡയറക്റ്റ്. അതും 8 പെനാൾട്ടി, 8ാമത്തെ പെനാൾട്ടി അടിച്ചിട്ടാണ്. ഒരു പെനാൾട്ടി പോലും എല്ലാരും പ്രൈം ക്രിസ്ത്യാനോ കീപ്പർമാര് ഓപ്പോസിറ്റ് സൈഡിൽ ചാടുമ്പോ ബോൾ പോകുന്ന ഈ സൈഡ് അങ്ങനെ പോയി ലാസ്റ്റ് ചങ്ങായി നമ്മുടെ ചെൽസിയുടെ കീപ്പറാണ് ക്രിസ്റ്റൽ പാലസിന്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. അത് ആ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് സെൽഫ് ഗോൾ അടിച്ച ആശാനാണ്. അതേ ചങ്ങായി തന്നെയാണ് ഈ പെനാൾട്ടി മിസ്സാക്കിയത് ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ട്. കളിയുടെ 90 മിനിറ്റില് ക്രിസ്റ്റൽ പാലസിന്റെ വാൾട്ടർ ബെനറ്റ്സ് ഗോൾ കീപ്പറായ ഈ ചങ്ങായിരുന്നു ഹീറോ എങ്കിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട് കഴിഞ്ഞപ്പോ ആഴ്സണലിന്റെ ഹീറോ ആയിട്ട്, കളിയുടെ ഹീറോ ആയിട്ട് മാറിയത് കെപ്പയാണ്. എന്താതിരി സേവാണ് ആ ഒരു പെനാൾട്ടി. അതുവരെ 2 ഗോൾ കീപ്പർമാരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പെനാൾട്ടി സേവ് ചെയ്ത് പെനാൾട്ടി അടിച്ചു കൊടുത്ത ചങ്ങായി തന്നെയാണ് ഈ സെൽഫ് ഗോൾ അടിച്ചത് ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നലെ ക്രിസ്റ്റൽ പാലസ് അടിച്ച 2 ഗോളുകളാണ്, ആഴ്സണലിന് വേണ്ടിയിട്ട് ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. ഇതേപോലെ കേപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2019 ചെൽസിക്ക് വേണ്ടിയിട്ട് കളിക്ക് ഇറങ്ങാൻ വിസമ്മതിച്ചിട്ട് ആ ഫൈനൽ തോറ്റു. അതിനുശേഷം 2022 ആഴ്സണലിന് വേണ്ടിയിട്ട് ഫൈനലില് പെനാൾട്ടി ബോളിലോട്ട് അടിച്ച് ആകാശത്തിലോട്ട് അടിച്ചുവിട്ട് ആ കളി തോറ്റു. അതിനെല്ലാം പ്രായച്ചിത്തമായിട്ട് ഇന്ന് ആള് നേടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ട് ഇതേപോലെ. കെപ്പ വന്നിട്ട് പ്രശ്നമായിട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് ലാസ്റ്റ് പെനാൾട്ടി ഷൂട്ടൗട്ടിൽ വരെ വിജയിച്ചിട്ടുണ്ട്. പെനാൾട്ടി ഷൂട്ടൗട്ട് മറ്റേ ചെയ്തപ്പോ സിമ്പിൾ ആയിട്ട് കാലോണ്ട് സ്റ്റോപ്പ് ചെയ്യുക എങ്ങനെ ചെയ്തിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ആയിട്ട് അടിച്ചു കൊടുത്ത ബോളിന് കാലോണ്ട് ജസ്റ്റ് ചവിട്ടിട്ട് നിർത്താൻ എന്തോ ചെയ്തിട്ടാണ് ആള് ആ ഒരു ഇത് ചെയ്തിരുന്നത്. അതൊരു ഹീറോ ആയിട്ട്. അതെ, ആ കോൺഫിഡൻസ് എന്താ പറഞ്ഞാല് ചെൽസി സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് മാറ്റിക്കൊണ്ടാൻ വേണ്ടി കോച്ച് പറയണം. പക്ഷെ കോച്ചിന്റെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആള് അവിടെ തന്നെ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് കോച്ച് ഭയങ്കര ഇതൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് ഇപ്പോ സെമി ഫൈനൽ ബർത്ത് ആയിരിക്കുകയാണ്. അപ്പൊ സെമി ഫൈനലിൽ നമുക്ക് എന്നാണ് എപ്പോഴാണെന്ന് കളിയൊക്കെ നോക്കിയാലോ. പിന്നെ അതിന്റെ എവിടെ നിന്നാണ് ഈ ടീമുകളൊക്കെ വന്നത് അതിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ടൊന്ന് പോവാം. അപ്പൊ ഇവരുടെ നമുക്ക് ഫിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് ന്യൂകാസൽ യുണൈറ്റഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരമാണ്. ന്യൂകാസൽ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരം ജാനുവരി 14-ാം തീയതി നടക്കാൻ പോകുന്നത്. ഈ സമയം 12 മണിക്ക്, രാത്രി 12 മണിക്കാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ സമയം 15-ാം തീയതി പുലർച്ചെ 1:30 നടക്കാൻ പോകുന്ന മത്സരം. അടുത്ത മത്സരം ചെൽസി വിസസ് ആഴ്സണൽ, ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരം ജാനുവരി 15-ാം തീയതി ഈ സമയം 12 മണിക്കും ജാനുവരി 16-ാം തീയതി ഇന്ത്യൻ സമയം 1:30 നടക്കാൻ പോകുന്നത്. ഇത് ആദ്യ ലെഗ് മത്സരം. ഇതിനുശേഷം 2ാം ലെഗ് മത്സരമുണ്ട്. ഇതിനുശേഷം ഇതിനനുസരിച്ചായിരിക്കും അവര് ഫൈനലിലേക്ക് പോവുക. അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ്. ഫെബ്രുവരി 4-ന് ആഴ്സണൽ വിസസ് ചെൽസി മത്സരം ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. സമയം 12 മണിക്കും ഫെബ്രുവരി 5-ാം തീയതി ഇന്ത്യൻ സമയം 1:30 പുലർച്ചെ 1:30 മത്സരം നടക്കാൻ പോകുന്നത്. അടുത്ത മത്സരം മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ന്യൂകാസൽ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരം ഫെബ്രുവരി 5-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. സമയം 12 മണിക്ക്. ഫെബ്രുവരി 6-ാം തീയതി നടക്കാൻ പോകുന്ന മത്സരം ഇന്ത്യൻ സമയം 1:30.
അപ്പൊ നമ്മൾക്ക് ഇവന്റെ ഏതൊക്കെ വഴിന്നാണ് ഇവര് ഇവര് സെമി ഫൈനലിൽ എത്തിയത് അല്ലെ. ക്വാർട്ടറിൽ ആരൊക്കെ പരാജയപ്പെടുത്തി? ചെൽസി കാർഡ് ഓഫ് സിറ്റിനെ പരാജയപ്പെടുത്തി 3-1 പരാജയപ്പെടുത്തി. അത് ഗംഭീര വിജയമായിരുന്നു. കാർഡ് ഓഫ് സിറ്റി പ്രതീക്ഷിക്കാതെ വന്ന ടീമാണ്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ബ്രൻഫോർഡിനെ 2-0 പരാജയപ്പെടുത്തി. അതും കിട്ടില്ല മത്സരമായിരുന്നു. പിന്നെ ന്യൂകാസില് ഫുള്ളാമിനെ 2-1 പരാജയപ്പെടുത്തി. ആഴ്സണല് ക്രിസ്റ്റൽ പാലസിനൊപ്പം 1-1 സമനിലയായിരുന്നു. ഇന്നലത്തെ കളിയിൽ 8-7 അവർ കളി അമ്മാതിരി കളിയാണ്. നീ അത് മിസ് ചെയ്താണ്. എന്താ പറഞ്ഞാൽ ശരിക്കും ആഴ്സണലിൽ വേർത്തിട്ടുണ്ട് ആ ഒരു ഗോൾ അടിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇന്ന് ഗോൾ അടിക്കാൻ സാധിച്ചില്ല. അത് ഓൺ ഗോളിലൂടെയാണ് അവര് സമനില നേടുന്നത്. അങ്ങനെ ആണ് സംഭവങ്ങൾ. അപ്പൊ എന്താണ് ഇനിയിപ്പോ ആരായിരിക്കും സെമിഫൈനൽ വിജയികള്? സെമിഫൈനൽ വിജയികള് പറയണെങ്കിൽ ഇപ്പൊ നമുക്ക് ന്യൂകാസ്റ്റൽ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും ആ മത്സരത്തിൽ ആർക്കും ജയിക്കാൻ ചാൻസ്? സിറ്റിക്ക് ഓൾറെഡി ബൾക്ക് സ്ക്വാഡ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഒരു റൂമർ ഉണ്ട്, ആന്റോൺ സെമിയോൺ അല്ലേ, നമ്മളെ സെമിനിയോ വരാൻ ചാൻസ് ഉണ്ട്. ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ പിന്നിലുണ്ട്. പക്ഷെ ഏകദേശം ഒരു മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്തു എന്നുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട്. ജനുവരിയിലെ ട്രാൻസ്ഫറിൽ ചങ്ങായം കൂടി വന്നു കഴിഞ്ഞാൽ സിറ്റിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കളിയാണ്. അപ്പൊ ഹാളൻഡ്, ഫോർഡന് എല്ലാരും അവിടെ തന്നെ. ഇപ്പൊ ഇപ്രാവശ്യം നോക്കിക്കഴിഞ്ഞാല് ലിവർപൂള് ഇത്രയും മില്യൺ 450 എന്തോ മില്യൺ ചെലവാക്കിയിട്ടാണ് അവരുടെ സൈനിങ്ങളൊക്കെ ഫ്ലോപ്പ്. എല്ലാവരും ഫ്ലോപ്പാണ്. അപ്പോ ഈ വിറ്റ്സിനെ ലിവർപൂൾ സൈൻ ചെയ്തപ്പോ ഭയങ്കരമായിട്ട് ഹൈപ്പായിരുന്നു. അതേപോലെ തന്നെ ചെർക്കിനെ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്തപ്പോ എന്തിനാണ് ബ്രിച്ചിനെ സൈൻ ചെയ്യാതെ ചെർക്കിനെ സൈൻ ചെയ്തത്? പക്ഷെ ചെർക്കി ഇപ്പൊ മിന്നും ഫോമിൽ കളിച്ചോണ്ടിരിക്കും. 8 ഗോളുകൾ അതെ, അമ്മാതിരി കളിയാ പോയി. എത്ര മില്യനാന്നറിയോ? 30 മില്യനാണ് ചെർക്കിനെ കൊണ്ടുവന്നത് സിറ്റി. ഇവിടെ ബ്രിച്ചിനെ കൊണ്ടുവന്ന് 1.30 30 മില്യൺ. അപ്പൊ 100 മില്യന്റെ കളി ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ ഇസാക്കിന്റെ അവിടെ കിടക്കണം. ഇസാക്ക് ഇപ്പൊ സർജറി ആയി കിടക്കണം. ഇസാക്കിന്റെ കാര്യം എന്താന്ന് പറയാനും പറ്റൂല. ഇസാക്ക് ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ബുണ്ടസ് ലീഗ് പറയുന്ന ഒരു ലീഗിൽ നിന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വരുമ്പോ ഈ അഡാപ്റ്റ് ചെയ്യാനുള്ള ഇത്രയും നാളായിട്ട് നമ്മള് ലിവർപൂൾ ചേർന്നതിന് ശേഷം ഒരാളെ കാണാനില്ല. ഫ്രിംപോങ് എന്ന് പറഞ്ഞു. ഫ്രിംപോങ് അല്ലെ, ഓക്കെ. അപ്പൊ ഇതെന്താ പറഞ്ഞാൽ ഈ പ്ലേയേഴ്സിനൊക്കെ പറ്റുന്ന മറ്റുള്ള ലീഗുകളിൽ നിന്ന് ഇവിടെ വന്നിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്. അത് ഇപ്പൊ ബ്രിഡ്സ് എന്ന് പറഞ്ഞാല് ജർമ്മനിയുടെ മെസ്സി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് എന്താ ഇവിടെ വന്നിട്ട് ഒരു ഗോളും ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ല, ഒരു അസിസ്റ്റും ഇല്ല അത്രയും മത്സരങ്ങളായിട്ട്. അപ്പൊ ആൾക്ക് ഇവിടെ ഫിസിക്കലി ആയിട്ടും അതേപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ആ ഒരു ഇതായിട്ട് സെറ്റപ്പ് പറ്റുന്നില്ല. എന്താ ഇപ്പൊ ലിവർപൂൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഇവർക്ക് ഈ ഒരു ടീമിലുള്ള 2 പ്ലേയേഴ്സ് എന്താ പറയുക, പഴയത് ഇപ്പൊ സാല അതേപോലുള്ള പ്ലേയേഴ്സും ഇപ്പൊ പുതിയ വന്നിട്ടുള്ള പ്ലേയേഴ്സും തമ്മിലൊരു മിങ്കിൾ ആയി കിട്ടുന്നില്ല. അതാണിപ്പോ സാൾട്ടും സാലയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അത് ഈ ഒരു ഡ്രസ്സിംഗ് റൂം ഇതല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ സീസൺ നോക്കി കഴിഞ്ഞാൽ സിറ്റിക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. സിറ്റി മൊത്തം അലങ്കോലായിരുന്നു. പെപ് ഗാർഡിയോളുടെ ഏറ്റവും മോശം സീസൺ തന്നെ പറയാം. ആളുടെ കോച്ചിങ് കരിയറിൽ തന്നെ ഏറ്റവും മോശം സീസൺ ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 5 മത്സരങ്ങളൊക്കെ തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സെറ്റ് ആയിട്ട് ഈ സീസണിൽ അവര് അടിപൊളിയായിട്ട് ലിവർപൂള് ഇതിനൊക്കെ പരിധി ഇതൊക്കെ പടി കടന്നിട്ട് അടുത്ത ഒരു വർഷത്തിൽ ചിലപ്പോ ഈ വർഷത്തിൽ ഇപ്പൊ 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇനി ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് നല്ല പൊസിഷനിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ ഇനി ചിലപ്പോ വരും മത്സരങ്ങളിൽ ചിലപ്പോൾ മെച്ചപ്പെട്ടു വരും. അപ്പോഴേക്കാണ് ഈ പരുക്കൾ, ഇസാക്കിന്റെ പരുക്ക് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ ബ്രിഡ്സ് ഇപ്പോഴും ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ആ മിഡ്ഫീൽഡിൽ എന്തൊക്കെയാണ് ആ ഒരു കഴിഞ്ഞ സീസണിലുള്ള മിഡ്ഫീൽഡിൽ കാര്യങ്ങളൊന്നും ഇവർക്കൊന്നും മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. ഒരു ഡിയാസ് എന്ന് പറഞ്ഞാൽ ആള് എഫേർട്ട് എടുക്കുക, ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലെയർ ആണ്. ആള് വിങ്ങുകളിലൂടെ അതേപോലെ വർക്കിലൂടെ ഒരുപാട് എടുക്കും. എന്താ പറഞ്ഞാൽ ഈ ഡിഫൻസിലേക്ക് ഇറങ്ങി റഫീനയുടെ ഒക്കെ ഒരു സ്റ്റൈലിൽ കളി നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ബാക്കിലേക്ക് കൊണ്ടുവരും. അതെ, ഇവര് ആ മിഡ്ഫീൽഡിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലിവർപൂള് പിന്നെ ലിവർപൂളിലെ ബാർസന്റെ ഈ വർഷത്തെ പ്രശ്നമുണ്ട്. ബാർസയ്ക്ക് ഹൈ പ്രസ് റഫിനെ ഇല്ലാതെ വരെ പ്രസിംഗിന്റെ പ്രശ്നമാണ്. ലിവർപൂളിലെ കുറച്ചൊക്കെ ആ പ്രശ്നമുണ്ട് അല്ലെ. അത് റെഡി ആവും. ഇനിയിപ്പോ റെഡി ആവണമെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്ന് വരണം. അപ്പൊ നമ്മള് വിഷയത്തിനൊക്കെ മാറി ലിവർപൂൾ കാർബാവോ കപ്പിൽ ഇല്ലാത്ത ലിവർപൂളിനെ ന്യൂകാസലും അതിൽ ആര് ജയിക്കും? ന്യൂകാസൽ യുണൈറ്റഡ് കഴിഞ്ഞ വർഷത്തെ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരാണ്. ഇങ്ങനെയുള്ള ഈ FA കപ്പ് ഇങ്ങനെയുള്ള കപ്പുള്ള കഴിഞ്ഞ വർഷം ന്യൂകാസൽ യുണൈറ്റഡ് കുറെ വർഷങ്ങൾക്ക് ശേഷം കപ്പ് നേടിയിരിക്കുന്നത്. അതേപോലെ FA കപ്പില് ക്രിസ്റ്റൽ പാലസ് കുറെ വർഷങ്ങൾക്ക് ശേഷം കപ്പ് നേടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് എന്തായാലും സിറ്റി തന്നെയാണ്. പക്ഷെ ലീഗ് പോലെയല്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെയല്ല ഇത്. 2 മത്സരങ്ങളാണ്. എവേ ഹോം മത്സരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫൈനലാണ്. ഫൈനലിൽ ആർക്ക് വേണമെങ്കിലും ജയിക്കാം. അപ്പൊ അടുത്ത മത്സരം വല്ലാത്ത മത്സരമാണ്. രണ്ടും എന്താ പറഞ്ഞാല് ഈ ചെൽസി ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയറിൽ നോക്കുകയാണെങ്കിൽ ഏത് വമ്പന്മാരെ അടിച്ചിടും, അതേപോലെ ഏത് ലോക്കൽ ടീമുകളുടെ കൂടി തോക്കുകയും ചെയ്യും. കാരണം എന്താ പറഞ്ഞാല് ബാഴ്സലോണിനെ വമ്പ അടി അടിച്ചിട്ട് വന്നു.
അതായത് ആഴ്സണലായിട്ട് 10 ആളായിട്ട് ചുരുങ്ങിയിട്ട് വരെ അവര് അവിടെ ഗംഭീര പെർഫോമൻസ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ റെലഗേഷൻ സോണിൽ കിടക്കുന്ന ടീമുകളുടെ ഒക്കെ തോറ്റിട്ട് വന്നിരിക്കുന്നത്, അതും ഗംഭീര തോൽവി. അപ്പോ ചെൽസി എന്ന് പറഞ്ഞാല് വലിയ ടീമുകളായിട്ട് കളിക്കുമ്പോൾ അവർ അതിനുള്ള എഫേർട്ട് ഇടും, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ചെൽസി വിസസ് ആഴ്സണൽ എന്റെ ഒരു ഇതില് പറയും, നീ പറ. ഞാൻ പറയണേ ചിലപ്പോ ആഴ്സണൽ തന്നെ പോവും. ഞാൻ എനിക്കും ആഴ്സണൽ തന്നെയാണ്. ഷാർപ്പ് ക്രോസ് ബോളുകളും ഫിനിഷിംഗ് മാത്രം അവർക്കില്ല. അവര് എന്താ പറഞ്ഞാല് ഈ സെറ്റ് പീസുകളിലൂടെ ഗോൾ നേടുന്നതിൽ അവരിപ്പോ കുഴപ്പമില്ല. സെറ്റ് പീസ് ആണെങ്കിൽ ബാക്ക് പോസ്റ്റിൽ ഒരാൾ വേണം, ബാക്ക് പോസ്റ്റ് ആരും ഇല്ല അവിടെ നിൽക്കും. അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗോൾ സ്കോർ ചെയ്യാനുള്ള ഇതില്ല എന്നുള്ള കാര്യം ശരിയാണ്. ഹാൾഡിനെ പോലുള്ള ഗെയ്ക്കുറസ് വന്നിട്ട് ആൾ അത്രമാത്രം ഒന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നല്ലാതെ അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതെ, നമ്മള് ഇന്നിപ്പോ നറുക്കിടാൻ പോകുന്നത്, നറുക്കിട്ടിട്ട് ആരൊക്കെയാണ് സെമി ഫൈനലിൽ വിജയിക്കാൻ പോകുന്നത്, ഫൈനലിൽ ആരൊക്കെ കപ്പടിക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ ChatGPT ആണ്. അപ്പൊ ഇതിൽ ആരാ ജയിക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുക്കാം അല്ലെ. മാഞ്ചസ്റ്റർ സിറ്റി വിഷ ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. അതിൽ ആരാണ് വരിക നോക്കട്ടെ, കൈയാട്ട്. അപ്പൊ ഇത് ആദ്യം നിങ്ങൾ തന്നെ തുറന്നോട്ടെ. മാഞ്ചസ്റ്റർ സിറ്റി ആണ് ഇതില്. അതെ, മാഞ്ചസ്റ്റർ സിറ്റി ആണ് കേട്ടോ ജയിക്കുന്ന. മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചു. അപ്പൊ അത് ഒഴിവാക്കിയോ, ഇതെടുത്ത് വെക്കാം. ഓക്കെ, ഇനിയിപ്പോ ആഴ്സണൽ വിസസ് ചെൽസി മത്സരത്തിലാണ് റൈഹാൻ എടുക്കാൻ പോകുന്നത്. തുറന്ന് കാണിച്ചോളൂ. ആഴ്സണൽ വിസസ് മാഞ്ചസ്റ്റർ സിറ്റി അല്ലെ. അതെ, ആഴ്സണൽ വിസസ് മാഞ്ചസ്റ്റർ സിറ്റി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഇതില് ആരാണ് വിജയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് മടക്കിയിട്ടുണ്ട്, ഇത് ഒന്നും കൂടി മടക്കുന്നുണ്ട്. അപ്പോ മടക്കി ചുരുട്ടിയിട്ടാക്കാം. അപ്പൊ ഇതിൽ ആരാണ് ഫൈനലിലാണ് നടക്കാൻ പോകുന്നത്. ഫൈനല് ആഴ്സണൽ വിസസ് മാഞ്ചസ്റ്റർ സിറ്റി ആണ്. ആരാണ് നടക്കാൻ പോകുന്നത്, നമുക്ക് ജയിക്കുന്ന അറിയാം. ഇതാണ് ടീം. മാഞ്ചസ്റ്റർ സിറ്റി ആണ് വിജയിക്കാൻ പോകുന്നതാണ് നമ്മുടെ ChatGPT പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇനി കാത്തിരിക്കാം, ജനുവരി ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരായിരിക്കും സെമി ഫൈനലിൽ വിജയിച്ച് ഫൈനലിൽ കപ്പടിക്കുക എന്നുള്ളത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ലാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളായ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.